ദക്ഷിണ കന്നഡയിൽ വീണ്ടും കൊലപാതകം. ഇംതിയാസ് എന്ന അബ്ദുൾ റഹീമാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തി രണ്ടുപേരാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. റഹീമിനൊപ്പം ഉണ്ടായിരുന്ന കലന്തർ ഷാഫിക്കും പരുക്ക. സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളാണ് കൊലപാതകം നടത്തിയതെന്ന് SDPI ആരോപിച്ച് വിവരങ്ങളുമായി ചേതൻ സാജനുണ്ട്. ചേതൻ, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമുണ്ടോ? മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെ? വർഷ, ഈ മംഗളൂരു രണ്ട് കൊലപാതകങ്ങളെ തുടർന്ന് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ദക്ഷിണ കന്നഡ മേഖലയിലാണ് ഇപ്പോൾ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബണ്ട്വാൾ സ്വദേശി ഇംതിയാസ് എന്ന അബ്ദുൾ റഹീമിനെയാണ് കൊലപ്പെടുത്തിയത്. ഇന്ന് ബൈക്കിലെത്തിയ രണ്ട് അക്രമികളാണ് ഈ അബ്ദുൾ റഹീമിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പിക്കപ്പ് വാനിലെ ഡ്രൈവറായ അബ്ദുൾ റഹീമിനെ ബണ്ട്വാളിലെ കൊമ്പോടിയിൽ മണൽ ഇറക്കുന്നതിനിടെയാണ് കൊലപ്പെടുത്തിയത്. ഈ പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നു ഈ കൊല്ലപ്പെട്ട റഹീമിനൊപ്പം ഉണ്ടായിരുന്ന കലന്തർ ഷാഫിക്കും എന്ന വ്യക്തിക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഈ മണലിറക്കാൻ വിളിച്ചു വരുത്തി സംഘപരിവാർ ബന്ധവുമുള്ള ആളുകളാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ SDPI ആരോപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തിങ്കളാഴ്ച പോലീസ് അനുമതിയില്ലാതെ VHP ബജ്പേയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ അവിടുത്തെ നേതാക്കൾ പ്രകോപന പ്രസംഗം നടത്തിയതിന് നേതാവായ ശ്രീകാന്ത് ഷെട്ടി ഉള്ളവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഉടുപ്പി, ചിക്കമംഗളൂർ, മൈസൂർ അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലകളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ കർണാടക സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും നാളെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഹിതേന്ദ്ര മംഗളൂരു സന്ദർശിക്കുന്നതായിരിക്കും. വർഷ, ചേതന, ഈ പോലീസിന്റെ അന്വേഷണം അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും പ്രതികൾ നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് പ്രതികൾ പിടിയിലായിട്ടില്ല. പക്ഷെങ്കിൽ പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസുകാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുമ്പും 2 കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. ഈ മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനസിക പ്രശ്നമുള്ള മലയാളി യുവാവ് അഷറഫിനെ ഈ സംഘപരിവാറുകാർ കൂട്ടം ചേർന്ന് കൊന്നിരുന്നു എന്ന വാർത്തയും വന്നിരുന്നു. ഇതിന് പിന്നാലെ ഗുണ്ടാ ലിസ്റ്റുള്ള ആളും അതുപോലെ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരുമായ സുഹാസ് ഷെട്ടിയെ നേരത്തെ കൊല്ലപ്പെട്ട ഈ ചെറുപ്പക്കാരനെ ഫാസിലിന്റെ സഹോദരൻ സംഘവും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ജില്ലയിൽ സംഘർഷ സാധ്യത കൂടുതലുള്ളതിനാൽ ഈ മാസം 30 വൈകിട്ട് 6 മണി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡ മേഖല ഇപ്പോൾ. വർഷ, ചേതന, ഈ തുടർച്ചയായി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിരോധനാജ്ഞ, അല്ലേ? തീർച്ചയായും ഈ സംഘർഷങ്ങൾക്കൊന്നും യാതൊരു അയവില്ല. ഇരു വിഭാഗങ്ങളും തമ്മിൽ ചേരി തിരിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. ഈ കഴിഞ്ഞ 1-2 ആഴ്ച, 1 മാസത്തിനിടെ ഇപ്പോൾ 3ാമത്തെ കൊലപാതകമാണ് ഈ ദക്ഷിണ കന്നഡ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയൊരു കൊലപാതകം കൂടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് ഉത്തര കന്നഡ ജില്ലകളിൽ നടക്കം പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും പഴുതടച്ച ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത്. പ്രതികളെ വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കും എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. വർഷം, ശരി, സംഘപരിവാറിന്റെ കൂട്ടം ചേർന്നുള്ള ആക്രമണമാണ് ഇപ്പോൾ ജില്ലയിൽ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിയത്.